ജന്മം കൊണ്ട് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ കുറുപ്പന്തറ മറ്റത്തിൽ ഫാമിലിയിലാണ് ഞാൻ ജനിക്കുന്നത്. അമ്മ വീടാണ് മറ്റത്തിൽ. അവിടെ നിന്ന് ഫാദറിൻ്റെ നാടായ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ ചേർത്തല താലൂക്കിൽ പള്ളിപ്പുറം വില്ലേജിൽ തൈക്കൽ കളത്തിൽ ഫാമിലിയിലാണ് എൻ്റെ കലാജീവിതം ആരംഭിക്കുന്നത്. ഫാദറിൻ്റെ ജോലിപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മലബാറിലായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ ഞാൻ സ്കൂൾ പഠനം ആരംഭിച്ചത്. അത് 3ാം ക്ലാസ് വരെ അവിടെ പഠിച്ച ശേഷം സ്ഥലം മാറിയപ്പോൾ ഞാൻ ചേർത്തല താലൂക്കിൽ പള്ളിപ്പുറം വില്ലേജിൽ ഒറ്റപ്പുന്ന LP സ്കൂളിലാണ് 4ാം ക്ലാസ് പഠന ജീവിതം ആരംഭിച്ചത്. എൻ്റെ നാട്ടിൽ എൻ്റെ ഫാദറിൻ്റെ പേര് ജോൺ, TJ ജോൺ എന്നാണ്. അമ്മയുടെ പേര് അന്നമ്മ ജോണാണ്. എനിക്ക് 2 ബ്രദേഴ്സ്, ഒരു സിസ്റ്ററും ഒരു ബ്രദറുമാണുള്ളത്. മൂത്ത ജ്യേഷ്ഠൻ മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ പേര് ജോൺ ജോസഫ് തങ്കച്ചൻ എന്ന പേര് അറിയപ്പെടുന്നു. 2ാമത്തെ സഹോദരിയാണ്. അവരെ വിവാഹം കഴിച്ചിരിക്കുന്നത് പാലായിൽ ചേർപ്പങ്കലാണ്. അവരിപ്പോൾ താമസിക്കുന്നത് എറണാകുളം വാഴക്കാലയിലാണ്. പേര് തങ്കമ്മ, അളിയൻ്റെ പേര് ജോർജ്. കലയിൽ അഭിരുചി കണ്ട എൻ്റെ ഫാദർ എന്നെ ചിത്രകല പഠിപ്പിക്കാനായിട്ട് വിടുകയും എൻ്റെ നാട്ടുകാരുടെ ഒരു പ്രോത്സാഹനം ഇവിടെ എടുത്തു പറയേണ്ടതാണ്. നാട്ടിൽ എന്നെ ആ കാലഘട്ടത്തിൽ ഒത്തിരി പേര് എന്നെ സഹായിച്ചു. ഈ വേദിയിലേക്ക് നാട്ടിലോടുന്ന എല്ലാ ബസ്സുകാരും, ചേർത്തലയിലുള്ള എല്ലാ സിനിമ തിയേറ്റേഴ്സുകാരും എന്നെ ഒത്തിരി പ്രോത്സാഹനം നൽകി. ആ കാലഘട്ടത്തിൽ ഒറ്റപ്പുന്നയിൽ NYC എന്നൊരു സംഘടന ഉണ്ടായിരുന്നു. സത്യത്തിൽ അതിലൂടെയാണ് ഞാൻ ഒത്തിരി ഇതിലേക്ക് കടന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവരുടെ ഒരുപാട് പ്രോത്സാഹനം എനിക്കുണ്ടായി. ഒരുപാട് അവാർഡുകളൊക്കെ അവിടെ നിന്ന് എനിക്ക് മേടിക്കാൻ എൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് നേടാൻ എനിക്ക് സാധിച്ചു. ചെറുപ്പകാലം മുതൽക്ക് ഞാൻ ചിത്രകലയിൽ എനിക്ക് വളരെ താല്പര്യമുള്ളൊരു വ്യക്തിയായിരുന്നു. ഏത് മത്സരങ്ങൾക്കും പോവുക എന്നുള്ളതായിരുന്നു എൻ്റെ തൊഴിലായിട്ട് തന്നെയായിരുന്നു. ആ കാലഘട്ടത്തിൽ ഞാൻ ചേർത്തലയിൽ നടക്കുന്ന എല്ലാ മത്സരങ്ങൾക്കും പങ്കെടുക്കുക, സമ്മാനം മേടിക്കുക. ഇത് കണ്ട എൻ്റെ ഫാദർ ചിത്രകലയെ പഠിപ്പിക്കാനായി ചേർത്തല സ്കൂൾ ഓഫ് ഫൈൻ ആർട്സിൽ വിടുകയാണ് ഉണ്ടായത്. ഗീത സ്കൂൾ ഓഫ് ആർട്സ് എന്ന ആ സ്ഥാപനത്തിൻ്റെ പേര്. അവിടെ നിന്ന് ഞാൻ ചിത്രകലയിൽ ബിരുദം എടുത്ത ശേഷം കൊച്ചിൻ കലാഭവൻ ഡ്രോയിങ് ഡിപ്ലോമ കോഴ്സിൻ്റെ ഇൻസ്ട്രക്ടറായിട്ട് 1984 അവിടെ ഞാൻ ജോയിൻ ചെയ്യാനുണ്ടായത്. 10-11 വർഷക്കാലത്തോളം അവിടുത്തെ അധ്യാപകനായിട്ട് സേവനമനുഷ്ഠിച്ചു. ആ കാലഘട്ടത്തിലാണ് കൊച്ചിൻ കലാഭവനിൽ സിദ്ദിഖ്, ലാല്, ജയറാം, സൈനുദ്ദീൻ, റഹ്മാൻ, നാരായണൻകുട്ടി, അൻസാർ, കലാഭവൻ മണി, സന്തോഷ്, കലാഭവൻ പ്രസാദ് അരങ്ങേറ്റം കുറിക്കുന്ന കാലഘട്ടമായിരുന്നു. ആ ഒരു കലാജീവിതം നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. എല്ലാവരും വൈകുന്നേരം കൂടി ആ ഉണ്ടാകുന്ന കോമിക്കുകളും മറ്റും എന്നെ ഒത്തിരി പ്രോത്സാഹനം എൻ്റെ കലാജീവിതത്തിന് നൽകുകയുണ്ടായി. കലാഭവൻ എന്നുള്ള ലേബലാണ് സത്യത്തിൽ എന്നെ ഇവിടം വരെ എത്തിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരിക്കൽ PSCയിൽ ഒരു ടെസ്റ്റിൽ എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടുകയുണ്ടായി. അപ്പോൾ കോട്ടയത്ത് ഞാൻ ചെന്നപ്പോൾ എന്നെ ഇൻ്റർവ്യൂവിന് ചോദിച്ചു, താങ്കൾ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കൊച്ചിൻ കലാഭവനിൽ ഞാൻ ഡ്രോയിങ് ഡിപ്ലോമ കോഴ്സിൻ്റെ ഇൻസ്ട്രക്ടറാണെന്ന് പറഞ്ഞു. പിന്നെ തന്നോടൊക്കെ ഞങ്ങൾ എന്ത് ചോദിക്കാനാ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അപ്പോയിൻമെൻറ്റ് തരികയായി ഉണ്ടായത്. അങ്ങനെ ആ കലാഭവൻ എന്നുള്ള ആ ലേബൽ, ആബലത്തിൻ്റെ ഒരു അനുഗ്രഹം, അത് എടുത്തു പറയേണ്ടതാണ്. ആ കലാഭവനിൽ നിന്നും ഒത്തിരി പേര് ആ കാലഘട്ടത്തിൽ രംഗപ്രവേശനം ചെയ്തു. അതെല്ലാം ആബലത്തിൻ്റെ ഒരൊറ്റ കഴിവ് മാത്രമാണ്. ആബലത്തിനുമായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാ മൺഡേയും ഞാൻ നാട്ടിൽ നിന്ന് എറണാകുളം സ്റ്റാൻഡിലിറങ്ങി ആബിലച്ചൻ ആ സമയത്തായിരിക്കും ഒരു 8-8:30 ആകുമ്പോഴാണ് ആബിലച്ചൻ കാരിക്കാമുറിയിൽ നിന്ന് റെയിൽവേ ലൈൻ വഴി കലാഭവനിലേക്ക് എല്ലാ ദിവസവും നടന്നു പോകാറുള്ളത്. ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ കാത്തു നിന്ന് ഞങ്ങൾ ഒരുമിച്ചായിരിക്കും കലാഭവൻ വരെ നടക്കുന്നത്. അപ്പോൾ ആബലച്ചൻ എന്നുള്ള വ്യക്തി ഇവിടെ പോക്കറ്റിൽ കുറേ മുട്ടായികൾ കാണും. അച്ഛനെയും കാത്ത് കുറേ കുട്ടികൾ ആ വഴി നിൽക്കും. അവർക്കൊക്കെ അച്ഛൻ ഈ ചോക്ലേറ്റ് കൊടുത്താണ് കലാഭവനിൽ എത്തിച്ചേരാനുള്ളത്. അച്ഛൻ ആരെ കണ്ടാലും എല്ലാവരെയും ഒരേപോലെ കാണുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ആരെയും പൊക്കി പറയാനോ താഴ്ത്തി പറയാനോ അദ്ദേഹം ശ്രമിക്കാറില്ല. എന്ത് സംസാരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു കോമഡി ഉണ്ടായിരുന്നു. അതായിരിക്കാം കലാഭവനിൽ വന്ന എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഒരു തമാശ കണ്ടു ജീവിക്കാൻ സാധിച്ചതും അദ്ദേഹത്തിൻ്റെ ഒരു കഴിവുകൊണ്ട് തന്നെയാണ്. ആബലത്തിൽ നിന്നുള്ള വ്യക്തിയാണ്
കലാഭവൻ്റെ ജീവനാഡിയാണ് സത്യത്തിൽ. ഒത്തിരി കലാകാരന്മാരെ വളർത്തുവാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ കലാകാരന്മാരെയും ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടെന്ന് അഭയലച്ചൻ തന്നെയാണ്. അഭയലച്ചൻ കാണുമ്പോൾ തന്നെ പറയും തനിക്ക് കഴിവുണ്ടോ ഇല്ലയെന്ന് അദ്ദേഹം ആ ഓൺ ദ സ്പോട്ടിൽ പറയും. അപ്പോൾ അങ്ങനെ പലരെ ഇൻ്റർവ്യൂ ചെയ്തത് എനിക്ക് നേരിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. കലാഭവൻ മണിയൊക്കെ താമസിച്ച് വരുമ്പോൾ അച്ഛൻ ചോദിക്കാറുണ്ട്, മണി നിനക്ക് വേറെ പണി വല്ലതും അറിയാമോ? അപ്പോൾ അച്ഛോ എനിക്കറിയാം അച്ഛോ, ഓട്ടോറിക്ഷ ഓടിക്കാനൊക്കെ അറിയാം. പിന്നെ തനിക്ക് ആ പണിക്ക് പോയാൽ പോരെ, താൻ ഈ പണിക്ക് വരണോ എന്നൊക്കെ പലവട്ടം. ഒരിക്കൽ ജയറാമിനോട് ഇത് തന്നെ പറയാൻ ഞാൻ നേരിൽ കാണുകയുണ്ടായി. അപ്പം അങ്ങനെ കാണുന്നവരെ അപ്പം തെറ്റുതിരുത്തി മുമ്പോട്ട് പോകാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ഒരുപിടി കലാകാരന്മാരെ വാർത്തെടുത്ത കൊച്ചിൻ കലാഭവൻ നമുക്ക് എന്നും ഓർമ്മയിൽ നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ്. സത്യത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വഴിത്താര തന്നെ കലാഭവനാണ്. കലാഭവൻ എന്ന ആ നാമം ഉള്ളതുകൊണ്ടാണ് സത്യത്തിൽ എന്നെ ഈ കലാജീവിതം ഇവിടം വരെ എത്തിച്ചിരിക്കുന്നത്. ഈ കാലഘട്ടത്തിലാണ് ചേർത്തലയിൽ ഞാൻ 2-3-4 പള്ളികളുടെ അൾത്താര വരയ്ക്കുകയുണ്ടായി. ചേർത്തല തിരുനെല്ലൂർ പള്ളിയുടെ അൾത്താര വരച്ചതിന് ആൻ്റണി പടിയുടെ തിരുമേനിയിൽ നിന്ന് എനിക്ക് ഏറ്റവും നല്ല അൾത്താരയ്ക്കുള്ള അവാർഡ് എനിക്ക് നേടാൻ സാധിച്ചു. ആ കാലഘട്ടത്തിലാണ് ഒറ്റപ്പന്ന പള്ളിയുടെ അൾത്താരയും കേളമംഗലം പള്ളിയുടെ അൾത്താരയും കോക്കമംഗലം പള്ളിയല്ല മഠത്തിലെ അൾത്താരയും എനിക്ക് വരയ്ക്കാനുള്ള ഒരു അവസരം കിട്ടിയത്. ആ കാലഘട്ടത്തിലാണ് ഞാൻ ഗൾഫിലേക്കും പോകുന്നത്. 1994 കുവൈറ്റ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനിലെ ഡ്രോയിങ് മാസ്റ്ററായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന കാലഘട്ടത്തിലാണ് അഭയലച്ചനാണ് സത്യത്തിൽ എന്നെ ഗൾഫിലേക്ക് വിടുന്നത്. അഭയലച്ചൻ ഒരിക്കലും എന്നെ പറഞ്ഞ്, നീ എവിടേക്ക് പോയി രക്ഷപ്പെടുക, ഇവിടെ നിന്നാൽ നമുക്ക് രക്ഷപ്പെടാനൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് നീ ഗൾഫിലേക്ക് പോവുക, ഒരു വിസ വന്നിട്ടുണ്ട്, ആ വിസ അദ്ദേഹം സ്ഥിരപ്പെടുത്തി തന്ന് അദ്ദേഹമാണ് എന്നെ സത്യത്തിൽ ഗൾഫിലേക്ക് വിടുന്നത്. ആദ്യം ഞാൻ കുവൈറ്റ് ഓയിൽ കമ്പനിയുടെ ആർട്ടിസ്റ്റായിട്ടാണ് ആദ്യം സേവനമനുഷ്ഠിക്കുന്നത്. 1 വർഷക്കാലത്തോളം അവിടെ സേവനമനുഷ്ഠിക്കുന്നതിനിടയ്ക്കാണ് കുവൈറ്റ് കൊട്ടാരത്തിലേക്ക് ആർട്ടിസ്റ്റിന് ആവശ്യമുണ്ടെന്ന് പറയും. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്യുകയും എനിക്ക് സെലക്ഷൻ കിട്ടുകയും അങ്ങനെ 20 വർഷക്കാലത്തോളം രാജകൊട്ടാരത്തിൻ്റെ ആസ്ഥാന ചിത്രകാരനായി സേവനമനുഷ്ഠിക്കുവാൻ എനിക്ക് സാധിച്ചു. അത് എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു സംഭവം തന്നെയാണ്. ആ കുവൈറ്റ് കൊട്ടാരത്തിൽ വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിലാണ് എൻ്റെ വിവാഹം നടക്കുന്നത്. ചേർത്തല താലൂക്കിൽ കളവങ്കോട് സ്ഥലത്ത് ചെറുപിള്ളിപ്പള്ളി വീട്ടിൽ ത്രേസ്യാമ്മ സീജയാണ് ഞാൻ വിവാഹം കഴിക്കുന്നത്. അവർ ആ സമയത്ത് കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ നേഴ്സായിട്ട് ജോലി ചെയ്യായിരുന്നു. അങ്ങനെ 1994 ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. കലയെക്കുറിച്ച് പറയുകയാണെ, അല്ലയോ പ്രേമഭാജനമേ, നിൻ്റെ സഹായം അവലംബിച്ച് താറുമാറായി പ്രപഞ്ചകടത്തെ നിൻ്റെ ഉള്ളംകൈയിൽ ഒതുക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അതിനെ തച്ചുടച്ച് പുതിയൊരു സൃഷ്ടിക്ക് രൂപം നൽകുമ്പോഴാണ് ഒരു കലാകാരൻ യഥാർത്ഥത്തിൽ ധന്യനാകുന്നത്. സിറ്റി കത്തീഡ്രൽ ചർച്ചിലും അഹമ്മദി ചർച്ചിലും എനിക്ക് അൾത്താരകൾ വരയ്ക്കാനുള്ള ഒരു അവസരം ലഭിക്കുകയുണ്ടായി. ഇതോടൊപ്പം തന്നെ അബ്ബാസിലുള്ള ഒരു ചർച്ചിലും അൾത്താര വരയ്ക്കുവാൻ എനിക്ക് സാധിച്ചു. ഈ കാലഘട്ടത്തിൽ എനിക്ക് നേടിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ ഒന്നാണ് ഇതൊക്കെയെന്ന് എനിക്ക് പറയേണ്ടതുണ്ട്. കുവൈറ്റ് 2-3 ചർച്ചുകളാണ് ഉള്ളത് ആ കാലഘട്ടത്തിൽ. ഇപ്പോൾ എത്ര ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും അവിടുത്തെ സിറ്റി കത്തീഡ്രൽ ചർച്ചിൽ എനിക്ക് അൾത്താര വരയ്ക്കുവാനായിട്ടൊരു അവസരം കിട്ടി. അവിടുത്തെ ബിഷപ്പായിരുന്ന മിഖാലേഫ് എന്ന ബിഷപ്പാണ് എനിക്ക് അതിൻ്റെ അവസരം തന്നത്. അത് അദ്ദേഹം ഞങ്ങൾ ഒരു 2 ആഴ്ചത്തെ വർക്കുണ്ടായിരുന്നു അവിടെ. സഹായിക്കുവാനായിട്ട് ബിഷപ്പ് തന്നെയായിരുന്നു എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം. അദ്ദേഹമൊക്കെ ഇന്ന് കാലം ചെയ്തു പോയി. ആ സമയത്ത് അഹമ്മദി ചർച്ചിലെ അൾത്താരയും കുവൈറ്റ് അബ്ബാസിയയിലുണ്ടായിരുന്ന ആ ഇടയ്ക്കൊരു പള്ളി ഉണ്ടാവുകയും അതിനകത്തുള്ള അൾത്താര വരയ്ക്കാനുള്ള അവസരവും എനിക്ക് ലഭിക്കുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ ഞാൻ അവിടെ ചിത്രകല ക്ലാസ് നടത്തി 10-30,000-ഓളം കുട്ടികളെ ചിത്രകല അഭ്യസിപ്പിക്കുവാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ 20 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ സ്വന്തം തട്ടകമായ എറണാകുളത്ത് ഞാൻ ചിത്രകലാ ക്ലാസ് ആരംഭിക്കുകയാണ് ഉണ്ടായത്.
ഇന്നിവിടെ ഏതാണ്ട് 100,000 കുട്ടികൾ ഇവിടെ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. 3,000 കുട്ടികളെ ഞാൻ ഇവിടെ നിന്ന് പഠിപ്പിച്ച് വിട്ടു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു സുപ്രഭാതത്തിൽ എനിക്കൊരു തോന്നി, എന്തുകൊണ്ട് എനിക്കൊരു അവാർഡ് മേടിച്ചുകൂടാ. അങ്ങനെ ചിന്തിച്ചിരുന്നപ്പോഴാണ് എൻ്റെ ഒരു സഹോദരൻ പറഞ്ഞത്, ഇങ്ങനെ കാരിക്കേച്ചറിലൂടെ നമുക്ക് അവാർഡ് മേടിക്കാൻ സാധിക്കും, അതിനുവേണ്ടി ശ്രമിച്ചുകൂടെ എന്ന് പറയും. 2014 ആദ്യത്തെ അവാർഡ് എനിക്ക് കിട്ടുന്നത്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡാണ് ഫസ്റ്റ് അവാർഡ്. അതിലൂടെ സെക്കൻഡായിട്ട് വന്നത് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്. പിന്നെ തുടർന്ന് ഇങ്ങനെ അവാർഡുകൾ കിട്ടി. ഇപ്പോൾ എനിക്ക് ഏകദേശം 70ഓളം വേൾഡ് റെക്കോർഡുകൾ ഞാൻ കരസ്ഥമാക്കി കഴിഞ്ഞു. ലോക ചരിത്രത്തിൽ തന്നെ ഇത്രയധികം ലോക റെക്കോർഡുകൾ കരസ്ഥമാക്കിയ ആളുണ്ടോ എനിക്ക് സംശയമാണ്. 39 രാജ്യങ്ങളിൽ നിന്നുമായിട്ടാണ് 70ഓളം വേൾഡ് റെക്കോർഡുകൾ ഞാൻ കരസ്ഥമാക്കിയിരിക്കുന്നത്. സത്യത്തിൽ കാരിക്കേച്ചറിൽ തന്നെ ഏഷ്യയിലെ ആദ്യത്തെ ഡോക്ടറേറ്റ് എന്നുള്ള പദവി നേടിയതും ഞാൻ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. UK വേൾഡ് റെക്കോർഡ് യൂണിവേഴ്സിറ്റി UKയിൽ നിന്നാണ് എനിക്ക് അവാർഡ് കിട്ടിയത്, ഡോക്ടറേറ്റ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ സ്വന്തം ഭവനത്തിൽ ഞാൻ ആർട്ട് പഠിപ്പിക്കുന്നുണ്ട്. 100ഓളം കുട്ടികൾ ഇപ്പോൾ ലൈവിൽ പഠിക്കുന്നുണ്ട്. ചേർത്തല പള്ളിപ്പുറം ഫൊറോന പള്ളിയുടെ കീഴിലുള്ള മാട്ടേപ്പള്ളിയിൽ ഞാനൊരു 20 പെയിൻറ്റിങ്ങുകൾ ചെയ്യുകയുണ്ടായി. സെൻറ്റ് തോമസിൻ്റെ നാമധേയത്തിലുള്ള ചർച്ചാണത്. അദ്ദേഹത്തിൻ്റെ കേരളത്തിലേക്കുള്ള വരവും അതങ്ങനെ ഉണ്ടായ സ്റ്റോറിയെക്കുറിച്ച് 20 ഫ്ലോട്ടുകളാണ് ഞാൻ അവിടെ വരച്ചു വച്ചിരിക്കുന്നത്. അതിന്ന് മാട്ടേപ്പള്ളിയിൽ ചെന്ന് നമുക്ക് കാണാൻ സാധിക്കും. 1981 കാലഘട്ടത്തിലാണ് ചേർത്തല ഒരു അൾത്താര വരയ്ക്കാൻ വന്ന MB ലൂയിസ് എന്നുള്ള ഒരു ചിത്രകാരൻ വരികയും അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ആദ്യം ഞാൻ ശിഷ്യപ്പെടുന്നത്. അന്നത്തെ വികാരിയായിരുന്ന പള്ളിപ്പുറം വികാരിയായിരുന്ന റവറൻ ഫാദർ തോമസ് പുതുശ്ശേരിയാണ് എനിക്ക് ജോൺ ആർട്സ് എന്നുള്ള നാമധേയം തരുന്നത്. അതിനു മുമ്പ് ഞാൻ എൻ്റെ ചിത്രകലയിലൊക്കെ ഞാൻ എഴുതിക്കൊണ്ടിരുന്നത് ജോൺ എന്നുള്ള നാമമായിരുന്നു. അദ്ദേഹത്തിലൂടെയാണ് ജോൺ ആർട്സ് എന്നുള്ള നാമം ഞാൻ എഴുതപ്പെടുന്നത്. അങ്ങനെ ചിത്രകലയിൽ ഡിപ്ലോമ നേടിയ ശേഷം കൊച്ചിൻ കലാഭവനിൽ അധ്യാപകനാവുന്ന കാലഘട്ടം മുതലാണ് ജോൺ ആർട്സ് കലാഭവൻ എന്നുള്ള ലേബിൾ ഞാൻ സ്വീകരിക്കുന്നതും. അങ്ങനെ തുടർന്ന് കാരിക്കേച്ചറിൽ ഡോക്ടറേറ്റ് നേടിയതോടുകൂടി ഡോക്ടർ ജോൺ ആർട്സ് കലാഭവൻ എന്നുള്ള പേര് ഇപ്പോൾ നിലവിൽ വരികയും ചെയ്തു. ചിത്രകലയിൽ ഒരുപിടി കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ സ്വന്തം ഭവനത്തിൽ തന്നെ ഒരു നല്ലൊരു ആർട്ട് ഗാലറി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഇവിടെ വരികയും അത് കണ്ട് വളരെ പ്രോത്സാഹനങ്ങൾ നൽകുകയും എനിക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ താമസിക്കുന്ന എറണാകുളം തൃക്കാക്കര ജഡ്ജിമുക്ക് എന്ന സ്ഥലത്തിൽ ABC ഹോംസിലാണ്. നിങ്ങൾക്കെല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും ഇവിടെ വന്ന് എൻ്റെ ചിത്രങ്ങൾ വീക്ഷിക്കുവാനും പ്രോത്സാഹനം ചെയ്യുവാനും സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഏത് സമയത്തും ഇവിടെ സ്വാഗതം ഞാൻ ചെയ്യുകയാണ്. നേരത്തെ മുതൽ ഇവിടെ ഒരു ക്ലാസ് ആരംഭിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതിനായിട്ട് ഞാൻ നേരത്തെ തന്നെ വീട് പണിതപ്പോൾ തന്നെ അതിനുള്ള സജ്ജീകരണങ്ങൾ ഞാൻ ചെയ്തിരുന്നു.
വന്ന ഉടൻ തന്നെ ചിത്രകലാ ക്ലാസ് ആരംഭിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് നല്ല പ്രോത്സാഹനമാണ് എനിക്ക് ഈ ഇടവകയിൽ നിന്നാണേലും നാട്ടിൽ നിന്നാണേലും കിട്ടിയത്. ഇന്നത്തെ വികാരിയായിരിക്കുന്ന ഫാദർ ജിമ്മി കർത്താനം, ഭാരത് മാതാ കോളേജ് മാനേജർ ജിജി പോലിയപ്പുറം തച്ചൻ, എല്ലാവരും എന്നെ ഒത്തിരി നല്ല പ്രോത്സാഹനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടവകയിൽ നിന്നുള്ള നല്ല സപ്പോർട്ട് എനിക്ക് എപ്പോഴും കിട്ടുന്നുണ്ട്. അതാണ് എൻ്റെ കലയുടെ വളർച്ചയ്ക്ക് പ്രചോദനം എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു കലാകാരൻ വളരണമെങ്കിൽ ജനങ്ങളുടെ സപ്പോർട്ട് ശരിക്കും ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ അവന് വളരാൻ സാധിക്കുകയുള്ളൂ. അതിനുള്ള നല്ല പ്രോത്സാഹനം എനിക്ക് എൻ്റെ നാട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. ആ പ്രോത്സാഹനമാണ് എന്നെ ഈ വേദി വരെ എത്തിച്ചിരിക്കുന്നതും. പള്ളിപ്പുറത്ത് അമ്മയുടെ കാൽക്കലാണ് എപ്പോഴും എൻ്റെ പ്രാർത്ഥന. ആ അമ്മയുടെ അനുഗ്രഹം എന്നെ ഒത്തിരി ഉയർത്തിയിട്ടുണ്ട്. ഞാൻ ഗൾഫിലായിരുന്നപ്പോൾ പള്ളിപ്പുറത്ത് അമ്മയുടെ പെരുന്നാളിന് ഞാൻ ഇവിടെ വരികയും മാതാവിൻ്റെ രൂപക്കൂട് എടുക്കുകയും, ചെറുപ്പകാലം പോലെ ഞാൻ രൂപക്കൂട് എടുക്കുന്നത് ഞങ്ങളുടെ നാട്ടുകാർക്കാണ്, നെടിയാട്ടുകാർക്കായിരുന്നു പള്ളിപ്പുറത്ത് അമ്മയുടെ രൂപം എടുക്കാനുള്ള അവസരം. ആ കാലഘട്ടം പോലെ ഞാൻ പള്ളിപ്പുറത്ത് അമ്മയുടെ രൂപം എടുക്കുകയും അമ്മയുടെ എല്ലാ കാര്യങ്ങളും പറയുകയും എനിക്ക് ആ അമ്മയുടെ അനുഗ്രഹം ഒത്തിരി കിട്ടിയിട്ടുണ്ട്. ആ അനുഗ്രഹമാണ് എന്നെ ഇവിടം വരെ എത്തിച്ചിരിക്കുന്നത്. അമ്മയിലൂടെ അപേക്ഷിച്ചാൽ നേടാത്ത ഒന്നും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഞാനൊരു മരിയ ഭക്തനാണ്. എന്നും അമ്മയോട് പ്രാർത്ഥിക്കും. എന്ത് കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും അമ്മയുടെ അനുഗ്രഹം തേടിയാണ് ഞാൻ ഇറങ്ങാറുള്ളത്. ചെറുപ്പകാലത്ത് വരച്ച 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ 81 അങ്ങോട്ടാണ് വരയ്ക്കുന്ന ചിത്രം. അത് സ്റ്റംപിങ് എന്നുള്ളൊരു വർക്കാണ്. ബിക്കോസ് വിളക്കെണ്ണയുടെ കരിയെടുത്ത് എണ്ണയിൽ ചാലിച്ച് സ്റ്റംപ് ചെയ്ത് വരയ്ക്കുന്നൊരു ചിത്രമാണ് സ്റ്റംപിങ് വർക്ക്. ആ ഒരു യേശുവിൻ്റെ മുൾക്കിടം വെച്ചുകൊണ്ട് യേശു കരഞ്ഞും കണ്ണീർ വാർക്കുന്ന ഒരു ചിത്രമാണ്. രക്തവും വാർത്ത് കണ്ണീരും വാർക്കുന്ന ഒരു ചിത്രമാണ് അതിൻ്റെ ബേസിക്കായിട്ട് വന്നിരിക്കുന്നത്. അത് വേറെ എങ്ങും അത്രയൊരു ചിത്രമില്ല. അത് കണ്ടിട്ട് അവിടുത്തെ അന്നത്തെ വികാരിയാണ് എന്നോട് വിളിച്ച് പറയുക, അത് അവർക്ക് കൊടുക്കുകയും അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തത്. ഇന്നത് ചേർത്തല തങ്കിപ്പള്ളിയിൽ അത് യേശുവിൻ്റെ രൂപം ഇരിക്കുന്ന കാൽക്കൽ തന്നെ, ആ കാൽക്കലാണെന്ന് എനിക്ക് തോന്നുന്നു, ആ പടം അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. തങ്കിപ്പള്ളിയിൽ പോയാൽ നമുക്കത് കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ ചിത്രീകരണം ഇതാണ്. ഇപ്പം സ്റ്റംപിങ് എന്നുള്ള വർക്ക് വളരെ കുറവാണ്. ബിക്കോസ് ഒത്തിരി ടൈം എടുക്കുന്ന, ഞാൻ തന്നെ 4-5 മാസം എടുത്തിട്ടാണ് ആ വർക്ക് ചെയ്തത്. വിളക്കിൻ്റെ കരി എടുത്തിട്ട് അത് ലേശം നീലവും കൂടെ ചേർത്ത് ലെതറിന് പുറത്തിട്ട ശേഷം അന്ന് സ്റ്റമ്പൊന്നും കിട്ടാനില്ല. അന്ന് KSRTC ബസ്സിൻ്റെ ടിക്കറ്റ് സ്റ്റമ്പായിട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അത് വെച്ച് ഉരച്ച് വെള്ള പേപ്പറെ ഉരച്ച് തേക്കുമായിരുന്നു. അങ്ങനെ റബ്ബർ വെച്ച് അതിൻ്റെ ഹൈലൈറ്റൊക്കെ ഇട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റൈലാണ് സ്റ്റംപിങ് എന്നുള്ളത്. ആ ചിത്രമാണ് ഇന്ന് ചേർത്തല തങ്കിപ്പള്ളി പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കലാഭവനിൽ ഏതാണ്ട് ഞാൻ 10 വർഷക്കാലത്തോളം വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ 1984 അവിടെ ഡ്രോയിങ് ഡിപ്ലോമ കോഴ്സ് എന്നുള്ള കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഏകദേശം ഒരു 500ഓളം കുട്ടികൾ അവിടുന്ന് പഠനം പൂർത്തിയാക്കി പോയിട്ടുണ്ട്. അതിൽ ഒരുപിടി പേര് അധ്യാപകരായിട്ടുണ്ടെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അതിൽ ഇന്നത്തെ എറണാകുളത്ത് തന്നെ പല സ്കൂളുകളിലും എൻ്റെ ശിഷ്യഗണങ്ങളാണ് ചിത്രകല പഠിപ്പിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. ഒരുപിടി പല മേഖലകളിലും കുറേ പേര് സ്റ്റുഡിയോ സെക്ഷനായിട്ട് പോയി ഫോട്ടോഗ്രാഫറായിട്ട് പോയിട്ടുണ്ട്, പിന്നെ ആർട്ട് ഡിസൈനറായിട്ട് പോയിട്ടുണ്ട്, ഫിലിം ഫീൽഡിൽ ഒത്തിരി പേരുണ്ട്. ആരുടെയൊക്കെ പേരൊന്നും എനിക്ക് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അങ്ങനെ പല മേഖലകളിലും അവർ വളരെ പ്രസക്തരാണ് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. പിന്നെ പഴയ പോലെ എല്ലാവരും വന്ന് എന്നെ കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഒരുപാട് പേര് പല വിഷയങ്ങളിലും പോയിട്ടുണ്ടോ, അവരെക്കുറിച്ചൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിവില്ല. എങ്കിലും കുറേ പേരൊക്കെ എന്നെ വിളിക്കാറുണ്ട്, അവരോടൊക്കെ നമ്മൾ സമ്പർക്കം പുലർത്താറുമുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ഉറക്കത്തിൽ എഴുതിയപ്പോൾ ഇങ്ങനെ സ്വപ്നത്തിൽ വന്ന പോലെയാണ്, എന്തുകൊണ്ട് നീ ഇത്രയും കഴിവുണ്ടായിട്ട് നിനക്കൊരു അവാർഡ് മേടിച്ചുകൂടാ എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ വന്ന രതീഷ്ണ. അങ്ങനെ ഞാനിങ്ങനെ ഒരുപാട് കാരിക്കേച്ചറുകൾ ആ കാലഘട്ടത്തിൽ വരയ്ക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഒരു സഹോദരൻ വന്ന് ചോദിച്ചു, താങ്കൾക്കൊരു എക്സിബിഷൻ നടത്തിക്കൂടെ?
അതുകൊണ്ട് തനിക്ക് ചിലപ്പോൾ അവാർഡ് കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ എന്ന് എനിക്ക് പറയുക. അപ്പോഴാണ് എനിക്ക് ഈ അവാർഡിനെ കുറിച്ചുള്ളത് മനസ്സിലേക്ക് വന്നത്. അങ്ങനെ അന്ന് മുതലാണ് ഞാൻ കാരിക്കേച്ചറുകൾ ഞാൻ വേദിയിൽ പ്രസൻറ്റ് ചെയ്യാൻ തുടങ്ങി. ഏതാണ്ട് 1677 പേർക്ക് ഞാൻ ഇപ്പോൾ VIP കാറ്റഗറികളുള്ളവർക്ക് ഞാൻ കാരിക്കേച്ചർ 1 മീറ്റർ 70 സെൻറ്റി സൈസിലാണ് ഞാൻ വരച്ചത്. അവർക്ക് പ്രസൻറ്റ് ചെയ്യും. ഇപ്പം അതിൽ പ്രധാനപ്പെട്ടവരെന്ന് പറയണേ ജാവേദ് അക്തർ, ജസ്വന്തർ സിംഗ്, ഷബാന ആസ്മി, പ്രഭുദേവ്, റസൂൽ പൂക്കുട്ടി, ഈയിടയ്ക്ക് നമ്മളെ വിട്ടുപിരിഞ്ഞ MD വാസുദേവൻ നായർ, പിന്നെ NSS പ്രസിഡൻറ്റ്, SNDPയുടെ വെള്ളാപ്പള്ളി നടേശൻ സാറ്, പിന്നെ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, ഇനി സത്യത്തിൽ പറയാതെ എല്ലാവർക്കും കേരളത്തിലുള്ള എല്ലാ ഗായകർക്കും എൻ്റെ കയ്യിൽ ഞാൻ വരച്ച കാരിക്കേച്ചറുകൾ എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചു. ബഹുമാനപ്പെട്ട യേശുദാസിന് കാരിക്കേച്ചർ കൊടുത്തപ്പോൾ അദ്ദേഹം എന്നെ പൊന്നാടിയിട്ട് ആദരിക്കുകയുണ്ടായി. അങ്ങനെയുള്ള വളരെ ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ മുൻ ചീഫ് മിനിസ്റ്ററായിരുന്ന അച്യുതാനന്ദൻ സാറ് അവിടെ കാരിക്കേച്ചർ കൊടുത്തപ്പോൾ എന്നെ ഒത്തിരി അനുമോദിക്കുകയുണ്ടായി. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ്, അങ്ങനെ എല്ലാവർക്കും സത്യം പറയാനുള്ള 1677 പേരെന്ന് പറയുമ്പോഴേക്കും ഇനി ഒരുവിധപ്പെട്ട എല്ലാ ഫേമസ് ആൾക്കാർക്കും എൻ്റെ കൈ കൊണ്ട് വരച്ച ചിത്രം കൊടുക്കുവാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം. 2014 എനിക്ക് ആദ്യത്തെ അവാർഡായ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടുന്നത്. അത് കഴിഞ്ഞ് ഉടൻ തന്നെ 2015 ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, പിന്നെ അതോടുകൂടെ അങ്ങനെ 70ഓളം വേൾഡ് റെക്കോർഡുകൾ എന്നെ തേടിയെത്തി. അവസാനം കിട്ടിയതാണ് ടാലൻറ്റ് ബുക്ക് ഓഫ് റെക്കോർഡാണ്, വേൾഡ് റെക്കോർഡാണ് കിട്ടിയത്. അത് കഴിഞ്ഞ മാസമാണ് അത് കിട്ടിയത്. അതാണ് 70ാമത്തെ വേൾഡ് റെക്കോർഡ്. അങ്ങനെ കാരിക്കേച്ചർ വരയിലൂടെ തന്നെ ഗൾഫിൽ നിന്ന് വന്ന ശേഷം ഞാൻ പ്രമുഖരായ ഒത്തിരി വ്യക്തിത്വങ്ങൾക്ക് ഞാൻ കാരിക്കേച്ചർ വരച്ചയക്കുകയുണ്ടായി. അതിൽ നിന്നും ചിലരിൽ നിന്ന് എനിക്ക് നല്ലൊരു റെസ്പോൺസാണ് കിട്ടിയത്. മാർപ്പാപ്പ ബെനഡിക്ട് 16 കാരിക്കേച്ചർ വരച്ചയച്ച ശേഷം അദ്ദേഹം എനിക്ക് അതിന് മറുപടി തരികയുണ്ടായി. അതോടൊപ്പം തന്നെ ക്വീൻ എലിസബത്തിൻ്റെ ചിത്രം വരച്ചയക്കുകയും അവിടെ നിന്നും എനിക്കൊരു ലെറ്റർ കിട്ടി. ഫ്രഞ്ച് പ്രസിഡൻറ്റ് നിക്കോളാസ് സർക്കോസിയുടെ ചിത്രം വരച്ചയച്ചിട്ട് അദ്ദേഹവും എനിക്ക് മറുപടി തന്നു. ഞാൻ അന്നേരം അത് ഇവിടുത്തെ ന്യൂസ് പേപ്പറിൽ ഇടുകയും ആ ന്യൂസ് പേപ്പർ ഞാൻ തിരിച്ച് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. ഉടൻ പിറ്റേ ഒരാഴ്ച കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ മറുപടി എനിക്ക് വരികയുണ്ടായി. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻറ്റ് KR നാരായണൻ, സോണിയാഗാന്ധി, ഉമ്മൻചാണ്ടി, ഡിഫൻസ് മിനിസ്റ്റർ AK ആൻ്റണി, റെയിൽവേ മിനിസ്റ്ററായിരുന്ന E അഹമ്മദ്, അങ്ങനെ ഒരുപിടി പേരുടെ ലെറ്ററുകൾ എനിക്ക് കിട്ടുകയുണ്ടായി. അവരുടെ കാരിക്കേച്ചർ ഞാൻ വരച്ചയച്ച ശേഷമാണ് എനിക്കതൊക്കെ കിട്ടുന്നത്. അതൊക്കെ ഒരു വലിയ ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നു. ഇതെല്ലാം എൻ്റെ ആർട്ട് ഗാലറിയിൽ ഞാൻ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ വന്നാലും ഇത് കാണാം. എല്ലാവർക്കും സ്വാഗതം ഞാൻ ചെയ്യുന്നു. എല്ലാത്തിനും നമ്മൾ പ്രതീക്ഷിക്കും ദൈവാനുഗ്രഹമാണ് നമ്മളെ ഇവിടം വരെ എത്തിച്ചിരിക്കുന്നത്. പ്രാർത്ഥനയിലൂടെ നമുക്ക് നേടാൻ പറ്റാത്ത ഒന്നും തന്നെ ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. പ്രാർത്ഥന, പഠനം, പ്രവർത്തനം, അതാണ് നമ്മുടെ ലക്ഷ്യം. പ്രാർത്ഥനയിലൂടെ നമുക്ക് നേടി തന്നതാണ് എൻ്റെ ഇതേവരെയുള്ള ജീവിതം. എല്ലാത്തിനും ദൈവത്തോട് മാത്രമാണ് നമുക്ക് നന്ദി പറയാനുള്ളത്. എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2 മക്കളാണ് എനിക്കുള്ളത്. ഒരാൾ മൂത്ത ആൾ ACCA കഴിഞ്ഞ് UAയിൽ ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ ആൾ CFA കഴിഞ്ഞ് മദ്രാസിൽ ഇപ്പോൾ ജോലി ചെയ്യുകയാണ്. എൻ്റെ നാട് എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. അതിൻ്റെ ഒരു വലിയ പരിണത ഫലമാണ് ഇന്ന് ഞാൻ സന്തോഷിക്കുന്നത്. കലയിൽ നമുക്കൊത്തിരി ശത്രുക്കളുണ്ടാകാം, പക്ഷേ അവരെയൊക്കെ ഞാൻ അടിച്ചമർത്തി തരണം ചെയ്തുകൊണ്ട് എനിക്ക് ഇവിടം വരെ എത്താൻ സാധിച്ചു. അത് എൻ്റെ നാട്ടുകാരുടെ പ്രോത്സാഹനമാണ്. ഒരാൾ ഉയരണതും ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ തന്നെയും ഞാൻ അതെല്ലാം ത്യാഗത്തോടെ കണ്ട് എൻ്റെ ജോലി ഞാൻ കൃത്യമായി ചെയ്ത് എനിക്ക് പൂർണ്ണതയോടെ ഇവിടം വരെ എത്താൻ സാധിച്ചു എന്നുള്ളതാണ്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ സ്വന്തം നാട്ടിലൊരു ഗാലറി സെറ്റ് ചെയ്യണമെന്ന്. അതെനിക്ക് സാധിച്ചു. അതെല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് മാത്രം നേടിയ ഒരു സമ്പത്താണ്.
അതുപോലെ തന്നെ ഞങ്ങളുടെ ഇടവകയിൽ നിന്നാണേലും നല്ല സപ്പോർട്ടാണ് എനിക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ വികാരി ആയിരിക്കുന്ന റവറൻ ഫാദർ ജിമ്മി കർത്താനം, ഭാരത് മാതാ കോളേജിലെ മാനേജറായിരിക്കുന്ന ഫാദർ ജിജി ഓലിയപ്പുറം, ഇവരൊക്കെ നല്ല സപ്പോർട്ടാണ് എനിക്ക് തരുന്നത്. എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഒരു കലാകാരൻ ജീവിക്കാൻ, ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതെനിക്ക് കിട്ടി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്നാലും നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടുകൾക്കും ഇനിയും എൻ്റെ വളർച്ചയ്ക്ക് എന്നെ സഹായിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.